കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങാണ് പുതിയ രാഷ്ട്രീയ സാംസ്കാരിക ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കുടത്തിൽ MLA ഉദ്ഘാടന വേദിയിൽ പങ്കെടുത്തതാണ് വിവാദമായത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷും വേദിയിൽ ഉണ്ടായിരിക്കവെയാണ് രാഹുൽ മാങ്കുടത്തിൽ ആശംസാ പ്രസംഗത്തിനായി എത്തിയത്. വിവാദം ശക്തമായതോടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേദിയിൽ ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വിശദീകരണം നൽകി. രാഹുൽ നിലവിൽ നിയമസഭാ അംഗമാണെന്നും നിയമപരമായി ശിക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരാളെ പൊതുവേദിയിൽ നിന്ന് ഇറക്കി വിടുന്നത് തങ്ങളുടെ മര്യാദയല്ല എന്നും മന്ത്രി വ്യക്തമാക്കി. MLA ആയ ഒരാളെ എന്ത് ന്യായത്തിൽ ഇറക്കി വിടും? അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇറങ്ങി പോകേണ്ടി വരുമായിരുന്നു, മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ ഒരു കേസിലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിനെതിരായ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. നിയമപരമായും അയോഗ്യത കൽപ്പിക്കപ്പെട്ടതോ അല്ലാത്ത ഒരു ജനപ്രതിനിധിയെ ഒഴിവാക്കുന്നത് ജനാധിപത്യ മര്യാദയുടെ പ്രശ്നമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ LDF-നുള്ള നിലപാട് മന്ത്രി വെളിപ്പെടുത്തി. വിയോജിപ്പുള്ള കാര്യമുണ്ട്. LDF-ന്റെ മര്യാദ അതാണ്. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തെ തടയുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, മന്ത്രി വ്യക്തമാക്കി. വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിന്നും നല്ല കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ തടയുന്നില്ല എന്ന സമീപനമാണ് ഭരണപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. ശാസ്ത്രമേള ഒരു നല്ല കാര്യമാണെന്നും അവിടെ ഒരു അലങ്കോലം ഉണ്ടാക്കണ്ടല്ലോ എന്ന നിലപാടാണ് തങ്ങൾ സ്വീകരിച്ചതെന്നും വി ശിവൻകുട്ടി വിശദീകരിച്ചു. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ രാഷ്ട്രീയപരമായ ഭിന്നതകൾ കാരണം ഒരു ജനപ്രതിനിധിയെ ഒഴിവാക്കുന്നത് ശരിയായ കീഴ്വഴക്കമല്ലെന്ന ധ്വനി മന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്നും സംഘാടക സമിതി യോഗത്തിൽ നോട്ടീസിൽ പേര് വെച്ചിരുന്നുവെന്നും മന്ത്രി സ്ഥിരീകരിച്ചു. ഇത് ജനാധിപത്യ മര്യാദയുടെ ഒരു പ്രശ്നമാണ്. രാഹുൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച വ്യക്തിയാണ്. അയാൾ അയോഗ്യനല്ല, അദ്ദേഹം ആവർത്തിച്ചു. അത് ഞങ്ങളുടെ പാർട്ടിക്ക് മാത്രം കാണിക്കാൻ പറ്റുന്ന മര്യാദയാണ്, മന്ത്രി അവകാശപ്പെട്ടു. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട പരിഗണന നൽകുന്നു എന്ന നിലപാടാണ് CPM-ഉം LDF-ഉം സ്വീകരിച്ചിരിക്കുന്നത്. ജനപ്രതിനിധിയെ മാറ്റി നിർത്തേണ്ടതില്ലെന്നാണ് ഭരണപക്ഷത്തിന്റെ പക്ഷം. ആദ്യം ലൈംഗിക ആരോപണ വിഷയങ്ങളെ വളരെ രൂക്ഷമായിരുന്നപ്പോഴാണ് പരിപാടിയിൽ നിന്നും രാഹുലിനെ ഒഴിവാക്കുമെന്ന് പറഞ്ഞിരുന്നെന്നും മന്ത്രി വിശദീകരിച്ചു. എന്നാൽ നിലവിലെ നിയമപരമായ സ്ഥിതിയും ജനാധിപത്യ കീഴ്വഴക്കങ്ങളും പരിഗണിച്ച് അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ചടങ്ങിൽ വി ശിവൻകുട്ടിയുമായി സംസാരിച്ചിരുന്ന രാഹുലിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചർച്ചയാവുകയും ചെയ്തിരുന്നു. ലൈംഗിക ആരോപണം നേരിടുന്ന വ്യക്തിയെ ഒരു വിദ്യാഭ്യാസ മന്ത്രി വേദിയിൽ ഇരുത്തി സംസാരിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വേദിയിലെ പങ്കാളിത്തത്തിൽ പ്രതിഷേധിച്ച് BJP കൗൺസിലർ വേദി വിട്ടിറങ്ങിയത് ശ്രദ്ധേയമായ പ്രതിഷേധമായി. പാലക്കാട് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി കൃഷ്ണകുമാറാണ് പ്രതിഷേധ സൂചകമായി വേദി വിട്ടത്. സ്ത്രീവിരുദ്ധ പ്രവർത്തികൾ ചെയ്യുന്ന MLA-ക്കൊപ്പം വേദി പങ്കിടാൻ താല്പര്യമില്ല എന്നാണ് മിനി കൃഷ്ണകുമാർ തന്റെ പ്രതിഷേധത്തിന് കാരണമായി പറഞ്ഞത്. ലൈംഗിക ആരോപണം നേരിടുന്ന ഒരു വ്യക്തി കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ പരിപാടിയുടെ മുഖ്യവേദിയിൽ ഇരിക്കുന്നത് ധാർമ്മികമായി ശരിയല്ലെന്ന നിലപാടാണ് BJP കൗൺസിലർ സ്വീകരിച്ചത്. ഈ സംഭവം പൊതുസമൂഹത്തിൽ ഉയർത്തുന്ന പ്രധാന ചോദ്യം ധാർമ്മികതയുടെയും നിയമപരമായ സാധുതയുടെയും അതിർവരമ്പുകളെ കുറിച്ചാണ്. ഒരാൾ ശിക്ഷിക്കപ്പെടുന്നതുവരെ നിരപരാധിയാണ് എന്ന നിയമതത്വം ശരിയാണെങ്കിലും ആരോപണങ്ങൾ നിലനിൽക്കെ തന്നെ പൊതുരംഗത്ത് സജീവമാകുന്നത് ധാർമ്മികമായി ചോദ്യം ചെയ്യപ്പെടുന്നു. കുട്ടികൾക്കും യുവജനങ്ങൾക്കും മാതൃകയാകേണ്ട ഒരു വേദിയിൽ ആരോപണ വിധേയനായ ഒരാളെ ഉൾപ്പെടുത്തിയത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇരട്ടത്താപ്പാണോ എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശാസ്ത്രമേളയിൽ ഒന്നായിരുന്നു ഇത്. സംസ്ഥാന ഭരണപക്ഷത്തെ മന്ത്രിമാർ വേദി പങ്കിട്ടപ്പോൾ അതേ വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തതിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും കാര്യമായ പ്രതികരണം ഉണ്ടാക്കാത്തതും ശ്രദ്ധേയമാണ്. കോൺഗ്രസിന്റെ യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് ജനവിധി അംഗീകരിച്ച് കിട്ടിയ പരിഗണനയാണ് നൽകിയതെന്ന മന്ത്രിയുടെ വിശദീകരണം രാഷ്ട്രീയ തത്വമായി കണക്കാക്കാമെങ്കിലും സ്ത്രീ സുരക്ഷയുടെയും ധാർമ്മികതയുടെയും വിഷയത്തിൽ ഈ വിശദീകരണം എത്രത്തോളം സ്വീകാര്യമാകുമെന്ന ചോദ്യം നിലനിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ കേസിൽ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. കേസിന്റെ അന്തിമ വിധി വരാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ എല്ലാ പൊതുവേദികളിൽ നിന്നും മാറ്റി നിർത്തുന്നത് ശരിയായിരിക്കില്ല എന്നൊരു വാദവും മറുവശത്തുണ്ട്. ഭരണപക്ഷമായ LDF പ്രതിപക്ഷ MLA-യെ പൊതുവേദിയിൽ ഉൾപ്പെടുത്തിയതിന് പിന്നിൽ രാഷ്ട്രീയപരമായി തന്ത്രങ്ങൾ ഉണ്ടോ എന്നും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ജനാധിപത്യ മര്യാദ എന്ന വാക്ക് ഉപയോഗിച്ച് ആരോപണങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്നുവെന്ന വിമർശനവും ഉയരുന്നു.